സംസ്ഥാന ബഡ്ജറ്റിൽ എറണാകുളം ജില്ലയ്ക്കായി വിവിധ വികസന പദ്ധതികൾ. കൊച്ചിയിൽ അന്താരാഷ്ട്ര ഫിലിം സിറ്റി സ്ഥാപിക്കുന്നതിന് 100 കോടി രൂപയും കൊച്ചി ആലുവ പെരുമ്പാവൂരിനെ പ്രധാന പ്ലൈവുഡ് ഫർണിച്ചർ നിർമ്മാണ കോറിഡോറായി ഉയർത്തുന്നതിനും കൊച്ചി തൃശൂർ മേഖലയെ പ്രധാന സ്വർണ്ണാഭരണ നിർമ്മാണ കോറിഡോറായി വികസിപ്പിക്കുന്നതിനും 10 കോടി രൂപ വീതവും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. UDF സർക്കാരിന്റെ ഈ വർഷത്തെ ആദ്യത്തെ ബഡ്ജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വ്യവസായം, അടിസ്ഥാന സൗകര്യം, സാംസ്കാരിക മേഖലകളിൽ ഊന്നൽ നൽകുന്ന വൻ പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിലുള്ളത്. എറണാകുളം ജില്ലയിൽ നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ: കൊച്ചി വിഴിഞ്ഞം തുറമുഖ ചുറ്റുമായി വ്യാവസായിക നിർമ്മാണ മേഖലകൾ, സ്റ്റാഫിംഗ് സെന്ററുകൾ, ഡ്രൈപോർട്ട് എന്നിവ സ്ഥാപിക്കും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. കൊച്ചിയിൽ നിലവിലുള്ള ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. മലയാള ചലച്ചിത്ര വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദേശീയ, അന്തർദേശീയ ചലച്ചിത്ര പ്രവർത്തകരെ ആകർഷിക്കുന്നതിനുമായി കൊച്ചിയിൽ JC ഡാനിയലിന്റെ പേരിൽ അന്താരാഷ്ട്ര ഫിലിം സിറ്റി സ്ഥാപിക്കുമെന്നും പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തിയതായി മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരണത്തിൽ പറഞ്ഞു. പെരുമ്പാവൂരിനെ പ്രധാന പ്ലൈവുഡ് ഫർണിച്ചർ നിർമ്മാണ കോറിഡോറായി അംഗീകരിച്ചുകൊണ്ട് കൊച്ചി ആലുവ പെരുമ്പാവൂർ മേഖലയെ പ്രമുഖ ഫർണിച്ചർ ഹോംവെയർ നിർമ്മാണ ഹബ്ബായി വികസിപ്പിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും കൊച്ചി തൃശൂർ മേഖലയെ ഒരു പ്രധാന സ്വർണ്ണാഭരണ നിർമ്മാണ കോറിഡോറായി വികസിപ്പിച്ച് ഇതിനായി ഗോൾഡ് എക്സ്ചേഞ്ചും ജ്വല്ലറി മാനുഫാക്ചറിംഗ് പാർക്കും സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.